മനുഷ്യൻ പ്രത്യേകിച്ച് മറ്റു ജീവികളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റൊരാളുടെ സഹായം കൂടാതെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. ഏതൊരാൾക്കും അതിന് സാധ്യമല്ല. നിങ്ങളൊക്കെ ജനിച്ചപ്പോൾ, ഞാനും ജനിച്ചപ്പോൾ നമ്മളെ ആദ്യമായി കുളിപ്പിച്ച നമ്മളല്ല, അതൊക്കെ മറ്റുള്ളവരാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പരാശ്രയ ജീവിയാണ് മനുഷ്യൻ. മറ്റു ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് അവയുടേതായ ജീവിത വൃത്തിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. ചില മൃഗങ്ങളൊക്കെ കുട്ടികളെ പ്രസവിച്ചിട്ട് പോയാൽ പോലും പ്രകൃതിയിൽ വളരാനുള്ള ഒരു പ്രത്യേകമായ കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുണ്ട്. നേരെ മറിച്ചൊരു മനുഷ്യ കുഞ്ഞിന് അങ്ങനെ ഒരു കഴിവില്ല. അത് ചെറുപ്പത്തിലെ മനുഷ്യനെ പഠിപ്പിക്കുന്നത് ഈ കടപ്പാടുകളും ബോധ്യപ്പെടുത്താനാണ്. കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അഥവാ മറ്റുള്ളവരോടുള്ള കടപ്പാട്, സാമൂഹ്യ ബാധ്യത എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ ഭാഗമാണ് നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ആവശ്യമുള്ളതിന് എന്തെങ്കിലും നൽകുക എന്ന മനുഷ്യത്വപരമായ സമീപനം. ഒരിക്കലും നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് നമ്മുടേതാണ് എന്ന് അവകാശപ്പെടാൻ നമുക്ക് കഴിയില്ല. ഈ ഭൂമുഖത്ത് നമ്മളെപ്പോലെ സമ്പാദിച്ചു കൂട്ടുന്ന ജീവികൾ മറ്റൊന്നുമില്ല. ഭക്ഷണം അവർ ശേഖരിക്കും, അനുബന്ധ കാര്യങ്ങളൊക്കെ അവർ ശേഖരിക്കും, കൂട്ടായിട്ടായിരിക്കും. അത് ഒരാൾ ഒറ്റക്കാവില്ല. ഉറുമ്പുകളെ നോക്കൂ നിങ്ങൾ, അവ ശേഖരിക്കുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, ഒരു സംഘത്തിന് വേണ്ടിയാണ്. അങ്ങനെ തന്നെയാണ് പല പക്ഷികളും ജീവജാലങ്ങളും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ അവർ അവരുടെ കുടുംബം പുലർത്തുമ്പോഴും മറ്റുള്ളവരോട്, ഇപ്പോൾ കാക്കകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? നമ്മളൊക്കെ പലപ്പോഴും ഒരു വെറുപ്പോടെ കാണുന്നൊരു ജീവിയാണെങ്കിലും ഏതെങ്കിലും ഒരു പ്രദേശത്ത് എന്തെങ്കിലും ഒരു ഉത്സവമോ അതല്ലെങ്കിൽ നേർച്ചയോ അതല്ലെങ്കിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നൊരു സ്ഥലമോ ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ ചിതറിക്കിടക്കുമ്പോൾ ഒരു കാക്ക വന്നത് ഭക്ഷിക്കുകയല്ല ചെയ്യുക. ആ കാക്ക ശബ്ദമുണ്ടാക്കി ഒരുപാട് കാക്കകളെ കൂട്ടും. ഒരു സാമൂഹ്യ സ്വഭാവം അവയ്ക്കൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ എവിടെ നോക്കിയാലും ഇത് കാണാൻ കഴിയും. നേരെ മറിച്ച് മനുഷ്യൻ ഒരു പക്ഷേ തനിക്ക് കിട്ടുന്നത് സ്വന്തമാക്കാനാണ് ശ്രമിക്കാറുള്ളത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് മുസ്തഖ്ലഫീന ഫീഹി എന്നാണ് പറഞ്ഞത്. മുസ്തഖ്ലഫീന ഫീഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രാതിനിധ്യം എന്നാണ്. സമ്പത്ത് നമ്മുടേതല്ല. അള്ളാഹു നമ്മുടെ കയ്യിൽ തരികയും അത് തന്നപ്പോൾ കുറേ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ തന്ന സമ്പത്തിൻ്റെ പ്രതിനിധി മാത്രമാണ് നമ്മൾ. പ്രാതിനിധ്യം മാത്രമേ നമുക്കുള്ളൂ. ആ പ്രാതിനിധ്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കയ്യിലുള്ള സാധനം സൂക്ഷിക്കാനും അത് സമൂഹത്തിന് ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കുവാനും നമ്മളെ അള്ളാഹു ചുമതലപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിൽ കൃത്യമായി സക്കാത്ത് കൊടുക്കുവാനും ആ സക്കാത്ത് പോലെ തന്നെ അനുബന്ധമായ കർമ്മങ്ങൾ ചെയ്യുവാനും ഇസ്ലാം നിർദ്ദേശിച്ചത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ കയ്യിലുള്ള പണം 2.5% സക്കാത്ത് കൊടുത്താൽ തീർന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? ചില സമ്പന്നരായ ആളുകളുണ്ട്, കൃത്യമായി സക്കാത്ത് കൊടുക്കും. എന്നിട്ട് അവരോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചോദിച്ചു എന്നാൽ അവർ തിരിച്ചു പറയും, എൻ്റെ സക്കാത്ത് ഇത്തവണ കഴിഞ്ഞിരിക്കുന്നു, ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരിക്കലും അത് ഇസ്ലാമികമല്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ഇന്നല്ലാഹ ഫറള അലാ അഗ്നിയാഇൽ മുസ്ലിമീൻ, നമ്മുടെ സമൂഹത്തിലെ സമ്പത്തുള്ള ആളുകളുടെ മേൽ അള്ളാഹു ചുമതലപ്പെടുത്തിയിരിക്കുന്നു, ഫറളാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ബി ഖദ്രിമാ യസഉ ലി ഫുഖറാഇഹിം, സാധുക്കളായ ആളുകൾക്ക് ആവശ്യം വന്നാൽ എന്തെങ്കിലും ഒന്ന് നൽകാനുള്ള ബാധ്യത അവർക്ക് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ 2.5% മാത്രം സക്കാത്ത് കൊടുത്തുകൊണ്ട് എല്ലാം തീർന്നു എന്ന് പറയാൻ പാടില്ല. അത് ഇസ്ലാമികമല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പണ്ഡിതനോട് ചോദിച്ചു നോക്കൂ, നമുക്ക് മിച്ചമായി സമ്പത്ത് കയ്യിലുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ടവൻ വന്ന് നമ്മളോട് ചോദിച്ചാൽ അത് കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്. സുന്നത്തല്ല, ഔദാര്യമല്ല, നിർബന്ധമാണ്. നമ്മുടെ സക്കാത്ത് പോലെ തന്നെ നിർബന്ധമാണ്. ഇന്നല്ലാഹ ഫറള അലാ അഗ്നിയാഇൽ മുസ്ലിമീൻ എന്നാണ്. ധനികനായ ആളുകൾക്ക് അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ്. എന്തിനാണ് നമ്മൾ ഈ ഹദീസൊക്കെ മറച്ചു വെക്കുന്നത്? അതിൻ്റെ അർത്ഥം നമ്മുടെ സമൂഹത്തിലെ ദുർബല ജനവിഭാഗത്തിന് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നൽകുക എന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ്. ആ കടമയാണ് ബഹുമാനപ്പെട്ട ബ്ലാത്തൂർ അബൂബക്കർ ഹാജി സാഹിബ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിർവഹിക്കുമ്പോൾ അല്ലാഹു ഖൈറും ബറക്കത്തും കാവലും അതിലൂടെ നൽകും. പാലിയേറ്റീവ് പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റുകയോ അതല്ലെങ്കിൽ മാരകമായ എന്തെങ്കിലും രോഗം പിടിപെടുകയോ ചെയ്താൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക ഗതിയാണ്. പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ അതിന് നിർവചനത്തിൽ പറയുന്നുണ്ട്, ചില പ്രത്യേകമായ കെയർ അവർക്ക് കൊടുക്കേണ്ടി വരും. ഈ പാലിയേറ്റീവ് പ്രവർത്തനം എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രത്യേകമായി സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ എന്നാണ്. ആർക്കാണത് കൊടുക്കേണ്ടത്? ഈ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ ഫോർ പീപ്പിൾ ലിവിങ് വിത്ത് എ സീരിയസ് ഇൽനസ്. ഒരു മാരകമായ രോഗത്തിൽപ്പെട്ട് കിടക്കുന്ന മനുഷ്യന് കൊടുക്കേണ്ട പ്രത്യേകമായ കെയറാണ് ശരിക്കും പാലിയേറ്റീവ് പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ നിങ്ങളൊക്കെ ഓർക്കണം, നമ്മുടെ കയ്യിൽ അള്ളാഹു തന്ന 2 സൈലൻ്റായ ജനറേറ്റർ അല്ലെങ്കിൽ എഞ്ചിൻ ഉണ്ട്. അതാണ് 2 കിഡ്നികൾ. 2 അള്ളാഹു തന്നു. ഒന്ന് നഷ്ടപ്പെട്ടാലും മറ്റൊന്നുകൊണ്ട് മനുഷ്യന് ജീവിക്കാൻ കഴിയും. നേരെ മറിച്ച് അതിൽ 2 നഷ്ടപ്പെട്ടാൽ എന്തു സംഭവിക്കും? ആ മനുഷ്യൻ ദിവസേന അതല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു പീരിയഡിൽ അയാൾ ഒരു ഡയാലിസിസ് സെൻ്ററിൽ ചെന്ന് കൃത്യമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. അയാൾക്ക് നമ്മളെപ്പോലെ ഓടാനോ പായാനോ ദീർഘയാത്ര നടത്താനൊന്നും കഴിയില്ല. കാരണം ആ സമയമാകുമ്പോൾ ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ അയാളുടെ ശരീരത്തിൻ്റെ പ്രകൃതി മാറും, അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല.
മാത്രമല്ല മൊത്തം രക്തം ഊറ്റിയെടുത്തുകൊണ്ട് ഒരു മെഷീൻ വഴി ശുദ്ധീകരിച്ച് പുറത്തു വിടുമ്പോൾ നമ്മൾ ഓർക്കണം, ആ വലിയ മെഷീനും അതിൻ്റെ പ്രവർത്തനവും ഒരു ഡോക്ടറുടെ സാന്നിധ്യവും അതിനുപയോഗപ്പെടുന്ന മരുന്നുകളുമൊക്കെ കൂട്ടി നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സുന്ദരമായി 2 സാധനം നമ്മുടെ വയറ്റിൽ ഇങ്ങനെ കൃത്യമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൻ്റെ വില മനസ്സിലാവുന്നില്ല. റീപ്ലാന്റേഷൻ ചെയ്യണമെങ്കിൽ ഒരു കിഡ്നി ഏകദേശം അത് വാങ്ങാനും അതിൻ്റെ പ്രവർത്തനം നടത്താനും ചുരുങ്ങിയത് ഒരു 30 ലക്ഷം രൂപയോളം വരും പലപ്പോഴും. അത് തന്നെ ബന്ധുക്കൾ കൊടുക്കാനുണ്ടെങ്കിൽ കുറയും. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് നിയമ നിബന്ധനകൾ മറികടക്കാനുണ്ട്. അത്തരം ഒരു പ്രത്യേക സാഹചര്യം നമുക്ക് വന്നാൽ എന്താകും? നിങ്ങൾ ഓർത്ത് നോക്ക്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ചത്, നമ്മൾ ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം ധർമ്മം, ദാനം ഇതാണ്. അള്ളാഹുവിൻ്റെ വിധിയാണ്. എൻ്റെ കിഡ്നി പോകാനായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രീക്കോഷൻസൊക്കെ നമ്മൾ എടുക്കും, പ്രിവെൻഷൻ നമ്മളെടുക്കും, ഒക്കെ റെഡിയാണ്. പക്ഷേ എന്നാലും പലപ്പോഴും അപകടം വരുന്നത് കാണാൻ കഴിയും. നമ്മുടെ നല്ല രീതിയിൽ ജീവിക്കുന്ന സഹോദരൻ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായി മരിച്ചു നമ്മൾ കേൾക്കാറുണ്ട്. കാർഡിയാക് അറസ്റ്റ് എപ്പോൾ വരും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ക്യാൻസർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റുമോ? ആർക്കും അറിയാൻ പറ്റില്ല. അള്ളാഹു അത്തരം രോഗത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്രദാനം ചെയ്യട്ടെ. ആർക്ക് എവിടെ എപ്പോൾ ഈ രോഗം വരുന്നു എന്നറിയില്ല. നമ്മുടെ ശരീരത്തിൽ കലകൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളരുന്ന കലകൾ നശിക്കുന്നുണ്ട്. നശിക്കാതെ വരുമ്പോഴാണ് അത് വളരുന്നത്. ആ വളർച്ച അപകടമാണ്. അതിനെ നശിപ്പിക്കണം. അങ്ങനെ അമിതമായി മരിക്കേണ്ട സാധനം വളരുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. ഡോക്ടർമാരുണ്ടല്ലോ, ചോദിച്ചു നോക്കൂ. അതിനെ കൊല്ലാനാണ് റേഡിയേഷൻ കൊടുക്കുന്നത്. അതും മതിയാകാതെ വരുമ്പോഴാണ് കീമോതെറാപ്പി കൊടുക്കുന്നത്. അപ്പോൾ അത് അതിന് മാത്രമല്ല ബാധിക്കുക, മറ്റുള്ളതിനെയും ബാധിക്കും. അങ്ങനെ ബാധിക്കുമ്പോഴുണ്ടാകുന്ന അപകടം നോക്കൂ നിങ്ങൾ. നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ കോശങ്ങളെ വരെ ബാധിക്കും. മുടി കൊഴിയുന്നു, രൂപം മാറുന്നു, പലതും സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ക്യാൻസറിൻ്റെ അംശമുള്ള ശരീരത്തിൽ കയറി കൂടിയത് കൊണ്ട്. നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ടോ ഇല്ലയോ 3rd സ്റ്റേജ് കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റും. ആ 3rd സ്റ്റേജ് വരുന്നവരെ ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടായിക്കൊള്ളുന്നില്ല, മറ്റ് സിംറ്റംസ് ഒന്നും കണ്ടോളുന്നില്ല. അതാണ് ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി നീറി മരിക്കുകയല്ലാതെ വേറൊരു രക്ഷയില്ല. ഒരു മരുന്നുകൊണ്ട് ഇപ്പോൾ കഴിയില്ല. ഒരു പരിധി വരെ അയാൾ വേദന സഹിച്ചുകൊണ്ട് തന്നെ പോകണം. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ക്യാൻസർ രോഗി ഉണ്ടെങ്കിൽ ആ ക്യാൻസർ രോഗിയുടെ 3rd സ്റ്റേജ് കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കുന്ന മരുന്ന് നിങ്ങളൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല. പ്രിസ്ക്രിപ്ഷൻ ഫയൽ ചെയ്താൽ കിട്ടൂല. എന്താ കാരണം? ആ മരുന്ന് ശരിക്കും മരുന്നല്ല, അയാളുടെ വേദന സംഹാരിയായി നൽകപ്പെടുന്ന മരുന്നാണ്. ആ വേദന സംഹാരി നമ്മുടെ ചെറുപ്പക്കാർ ലഹരിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് അതൊരിക്കലും ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഫയൽ ചെയ്യാതെ കിട്ടില്ല. അത്രമാത്രം നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അയാൾക്കുണ്ട ആ അവസ്ഥ വേദനാജനകമാണ് എന്ന് ചിന്തിക്കാൻ അതിലപ്പുറം എന്ത് വേണം? അത്തരമൊരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളത് ചെയ്യണം. ഏത് ജാതിയാവട്ടെ, ഏത് മതമാകട്ടെ, ഏത് വർഗമാകട്ടെ, ആണാവട്ടെ, പെണ്ണാവട്ടെ, കുട്ടിയാവട്ടെ, വലിയവനാവട്ടെ, അവരുടെയൊക്കെ വേദന ഒരുപോലെയാണ്. ആ വേദനകളെ കണ്ടുകൊണ്ട് അവർക്ക് പാലിയേറ്റീവ് പ്രവർത്തനം നടത്താൻ ഒരു സംഘം ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അവരുടെ സന്നദ്ധതയെ തീർച്ചയായും നമ്മൾ പ്രശംസിക്കണം. ഇവിടെ തന്നെ ഒരു സന്നദ്ധ പ്രവർത്തകനാണ് ഇവിടെ മനോഹരമായി ഓക്സിജൻ മെഷീൻ അവർക്ക് പ്രത്യേകമായി കൊടുക്കാൻ തയ്യാറായി വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അള്ളാഹു അതിന് തക്ക പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. ഇവിടെ കുറേ വനിതകളെയും അതുപോലെ തന്നെ ചെറുപ്പക്കാരെയും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ അമീർ അലി അതിനുവേണ്ടി പ്രത്യേക പരിശീലനം കൊടുത്തുകൊണ്ട് പരിശീലിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞാൻ പറയുന്നു, നിങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഓർക്കണം, ഒരാൾ രോഗിയായി കിടക്കുന്ന സമയത്ത് അയാൾക്ക് ഒരു നല്ല വാക്ക് ചെന്ന് പറഞ്ഞാൽ ആ നല്ല വാക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മോട്ടിവേഷനാണ്. ഇതിനെക്കുറിച്ച് പറയുന്ന പാലിയേറ്റീവ് പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത പറയുന്നിടത്ത് വളരെ വ്യക്തമായി ഡോക്ടർമാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നൽകേണ്ട ഏറ്റവും വലിയ സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ, അതിനൊരു ഗുണഫലം എന്തെന്ന് ചോദിച്ചാൽ, ആ മനുഷ്യന് ടു മാക്സിമൈസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. അതാണ് മാക്സിമൈസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ അയാളെ ജീവിതത്തിൽ അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അയാളിപ്പോൾ കിടന്നുപോയി. എന്ത് ചെയ്യാനാ? ഒന്നുകിൽ ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ ക്യാൻസർ, അല്ലെങ്കിൽ കാർഡിയാക് പ്രശ്നം, അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് സ്ട്രോക്ക് വന്നു, എന്താവട്ടെ. ആ സമയത്ത് അയാളെ ചെന്നുകൊണ്ട് അയാളുടെ ജീവിതം അവസാനിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം പകർന്നു കൊടുക്കുക. ആ ആത്മവിശ്വാസം വളരെ പ്രധാനമാണ്. അതാണ് അയാൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ കെയർ. അതുപോലത്തെ ടു പ്രൊവൈഡ് റിലീഫ് ഫ്രം പെയിൻ ആൻഡ് അതർ ഫിസിക്കൽ സിംറ്റംസ്. അയാളുടെ ശാരീരികമായ മറ്റ് അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉള്ളപ്പോൾ അയാൾ അതിൽ നിന്നും പ്രൊവൈഡ് ചെയ്ത് റിലീഫ് കൊടുക്കുക. അയാൾക്ക് ശരിക്കും ഒരു ആശ്വാസം കൊടുക്കുക. അതൊരു മനുഷ്യന് വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കണ്ടിന്യൂ ആയിട്ട് നമ്മൾ തുറന്നു പോകുമ്പോൾ ചിലക്ക് കുളിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടാകും, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്ലാസ് കേട്ട ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടാവും. അവരോട് അതേക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇവിടെ പാവപ്പെട്ടവനെയും പ്രയാസപ്പെടുന്നവനെയും ഒരുപോലെ കാണണം. ഒരു ധനികനായിരിക്കും, ചിലപ്പോൾ ധനികനായ ആളാണെങ്കിലും നിങ്ങൾക്കറിയാം, ഇപ്പോൾ 5-6 മക്കളൊക്കെ ഉള്ള ആളുകൾ, ആ ആൺമക്കളും പെൺമക്കളുമുള്ള ആളുകൾ രോഗിയായി കിടക്കുമ്പോൾ അവരാരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ട്. അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. ഒറ്റപ്പെട്ട ആളുകൾ നിങ്ങൾ കണ്ടോ? ഏകദേശം ഒരു 6 മാസം മുമ്പാണ് കേരളത്തിലൊരു പ്രധാന പത്രത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു വാർത്ത വന്നു.
ഏകദേശം 200ഓളം രോഗികൾ അവിടെ വന്ന് അവരുടെ റെക്കോർഡ് എടുത്തുകൊണ്ട് പരിശോധിച്ചതാ. നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ നിന്നും പ്രായമായ പിതാവിനെയും മാതാവിനെയും കൊണ്ടുവന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തു. പിന്നെ മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല, കൊടുത്ത നമ്പർ ശരിയല്ല, അവരെ കൊണ്ടുപോകുന്നില്ല. എന്താ കാരണം? അവരാവശ്യമില്ല. പത്രത്തിൽ, ഞാൻ മലയാള പത്രത്തിൽ എന്ന് പറയുമ്പോൾ കൃത്യമായി നിങ്ങൾ, ഞാനത് വെട്ടി സൂക്ഷിച്ചിട്ടുണ്ട് പ്രത്യേക ഒരു വാർത്ത എന്ന രീതിയിൽ. ഒരു മലയാള പത്രത്തിൽ മനോഹരമായിട്ട് വന്നു. ആ പത്രത്തിൽ വന്നത് ഒരു അഭിമുഖം അവിടെയുള്ള രോഗിയോട് അവർ പ്രത്യേകമായി എടുത്തിട്ട് അതിൽ രേഖപ്പെടുത്തി. ഒരമ്മയാണ്. ആ അമ്മ പറഞ്ഞു, നിങ്ങളെൻ്റെ പേരെഴുതരുത്, നിങ്ങളെൻ്റെ ഫോട്ടോ കൊടുക്കരുത്. ഞാൻ ഈ പറയുന്നതൊക്കെ സത്യമാണ്. കാരണം ആ അമ്മ പറഞ്ഞെന്താ, എൻ്റെ മകൻ സർക്കാരിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, എൻ്റെ പേര് വരുമ്പോൾ അവനൊരു മാനക്കേട് വരും. ആ അമ്മ കണ്ട ആ സമയത്ത് പോലും തൻ്റെ മകനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതാണ് അമ്മ മനസ്സ്. ആ അമ്മ പറയുന്നു, എന്നെ നിങ്ങൾ പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ മകനത് ബാധിക്കും. അവൻ്റെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, എൻ്റെ ജീവിതം കഴിഞ്ഞു, ഇനി ഞാൻ ഇങ്ങനെ ആയിക്കോട്ടെ, അവൻ എന്നോട് ചെയ്തതിൽ എനിക്ക് പരാതിയില്ല, ഒരമ്മ പറയാൻ. അപ്പോൾ സമ്പത്തൊന്നും ഇതിന് ബാധകമല്ല. സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ പോലും ഒരുപക്ഷെ ഈ ഗതിയിലേക്ക് എടുത്തെറിയപ്പെടുന്നുണ്ട്. ഇത്തരമൊരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ വിലയും നിലയും കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. സംഘടിതമായി നമ്മൾ നിന്നാൽ ഒരുപാട് പ്രവർത്തനം നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങളെ കൂടെ നിൽക്കുന്ന വാഹനം നൽകി ബഹുമാനപ്പെട്ട അബൂബക്കർ ഹാജി, അദ്ദേഹത്തിൻ്റെ ഇത്തരം റിലീഫ് പ്രവർത്തനങ്ങളിൽ, ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഒരുപാട് എനിക്കും പങ്കെടുക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. ചില ആളുകൾക്ക് അല്ലാഹു ധനസ്ഥിതി നൽകും, മനസ്ഥിതി നൽകില്ല. നല്ലതിന് കൊടുക്കാനൊരു മനസ്ഥിതി വേണമല്ലോ. ചില ആളുകൾക്ക് ധനസ്ഥിതിയും മനസ്ഥിതിയും രണ്ടും കൂടി നൽകും. ചില ആളുകൾക്ക് മനസ്ഥിതി ഉണ്ടാവും, പക്ഷേ ധനസ്ഥിതി ഉണ്ടാവില്ല. ചെയ്യണമെന്നുണ്ട്, പക്ഷേ എന്താ, കയ്യിലൊരു പണവുമില്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ വലിയൊരു സാമ്പത്തിക ശേഷിയുള്ള ആളൊന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സാണ് വലുത്. കയ്യിലുള്ള സമ്പത്തിനേക്കാൾ മനസ്സാണ് വലുത്. അത് കൊടുക്കാനുള്ള ഒരു മാനസികമായ അവസ്ഥ അദ്ദേഹത്തിനുണ്ട്. അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ പ്രവർത്തകരും വേണം. ഇതിന് രണ്ടും വേണം. പണം മാത്രം പോരാ. പണം കിട്ടിയാലും വാഹനം കിട്ടിയാലും ഇത് റുട്ടീനായി ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കില്ല. ഒരു കിഡ്നി രോഗിയൊക്കെ ഒരു പാലിയേറ്റീവ് സെൻ്ററിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കെയർ അതിന് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഡയാലിസിസ് സെൻ്ററിൽ കയറിയാൽ അല്ല മരിച്ചേ പിരിഞ്ഞു പോകും. അതുവരെ കാത്തിരിക്കണം. അതുപോലെ ഒരു കിടപ്പ് രോഗി വീട്ടിലുണ്ടെങ്കിൽ ആ രോഗിയെ നമ്മൾ നഴ്സുമാരെയും മറ്റും കൊണ്ടുചെന്ന് പരിചരിക്കുമ്പോൾ അയാൾ വിട പറയുന്നത് വരെ ആ പ്രക്രിയ തുടരേണ്ടി വരും. നമ്മളൊക്കെ ഓരോ വൺ ടൈം പ്രോഗ്രാം, ഒരു വലിയ സമ്മേളനം പെട്ടെന്ന് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒറ്റയടിക്ക് ചെയ്യേണ്ട ഒരു റിലീഫ് പ്രവർത്തനം നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. ഒറ്റയടിക്ക് ചെയ്യേണ്ട ഒരു നിർമ്മാണ പ്രവർത്തനം നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. റുട്ടീനായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടെ ആൾ നിൽക്കേണ്ടി വരും. അതിന് മടുപ്പ് വരാൻ പാടില്ല. കൃത്യമായി ചെയ്യണം. അതുകൊണ്ട് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും കഴിവുകളെ ശരിക്കും നമ്മൾ സമൂഹത്തിന് വേണ്ടി കൊടുക്കണം. നിങ്ങളുടെ കഴിവുകൾ അല്ലാഹു വർദ്ധിപ്പിക്കും. ഇന്ന ലില്ലാഹി ഇന്ദ അക്വാമിൻ നിഅമൻ എന്നാണ്. അല്ലാഹു ഓരോ ആളുകളിലും പ്രത്യേകമായ കഴിവുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ സ്റ്റേജിലിരിക്കുന്ന ഓരോ ആളുകൾക്കും, എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ ആളുകൾക്കും അല്ലാഹു പ്രത്യേകമായ കഴിവുകൾ നൽകിയിട്ടുണ്ട്. ചില ആളുകൾക്ക് സാമ്പത്തിക കഴിവ്, ചില ആളുകൾക്ക് സമ്പത്തുണ്ടാവില്ല, പക്ഷെ ഓർഗനൈസിങ് പവർ, ആളുകളെ വിളിച്ചു കൂട്ടാനും ഇത്തരം കാര്യങ്ങൾ നടത്താനുമുള്ള പ്രത്യേകമായ കഴിവ് അതെല്ലാവർക്കും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചില ആളുകൾക്ക് നല്ല ബുദ്ധിശക്തി, എങ്ങനെ ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള പ്ലാനിങ് കപ്പാസിറ്റി എന്ന് പറയും, അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുപോലെ വ്യത്യസ്ത കഴിവുകളുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. ഈ കഴിവുകളെക്കുറിച്ച് ഇതൊക്കെ അല്ലാഹു തന്ന കഴിവാണ്. ആ കഴിവുകൾ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ഡോക്ടർ അമീർ അലി, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന് കഴിവുണ്ട്. പക്ഷേ ആ കഴിവ് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ ഇരുന്നു കൊണ്ട് വരുന്ന രോഗികളെ പരിശോധിച്ച് പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത് ഒരു ബില്ലും കൊടുത്ത് കാശ് വാങ്ങിയാൽ തീരും. പക്ഷേ അദ്ദേഹം അത് നിർത്തിയിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നടക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു മനസ്സാണ്. ആ മനസ്സാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താണ്? അതുകൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അല്ലാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു യുക്കിറുഹാ ഫീഹിം മാ ബദലൂഹാ എന്നാ. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് അല്ലാഹു ഇപ്പോൾ തന്നിട്ടുള്ള ആരോഗ്യം, അറിവ്, സമ്പത്ത്, കഴിവ് എല്ലാം അല്ലാഹു നിലനിർത്തി തരും. വയുക്കിറുഹാ ഫീഹിം, നിങ്ങൾക്ക് അല്ലാഹു ആ കഴിവ് നിലനിർത്തി തരും. മാ ബദലൂഹ, നിങ്ങളത് സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ അവിടെ ജാതിയൊന്നും നോക്കണ്ട, വർഗമൊന്നും നോക്കണ്ട, രാഷ്ട്രീയ പാർട്ടിയൊന്നും നോക്കണ്ട. എല്ലാവർക്കും ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ റിലീഫ് പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് CS സെൻ്ററുകൾ. ആ CS-ൻ്റെ ഭാഗം തന്നെയാണ് ബഹുമാനയുടെ പൂക്കോയത്തങ്ങൾ ഓസ്പൈസ്. അത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഒരുപാട് ബൈത്തുർ റഹ്മകൾ, മുസ്ലിം ലീഗ് പാർട്ടി ചെയ്യുന്ന ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം. അവിടെയൊന്നും രാഷ്ട്രീയ വിവേചനമില്ല, അവിടെയൊന്നും വർഗീയ വിവേചനമില്ല. ഏത് ജാതിക്കാർക്കും അത് കൊടുക്കും, ഏതാളുകൾ. കാരണം വേദന എന്ന് പറയുന്നത് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒക്കെ ഒന്നല്ലേ. അവിടെ മനുഷ്യന് വ്യത്യാസമില്ലല്ലോ. വീണ് കിടക്കുന്നവനെ താങ്ങുമ്പോൾ അവൻ്റെ ജാതി നമ്മൾ നോക്കാറില്ലല്ലോ. അത് ചെയ്യാനുള്ള മനസ്സിനെയാണ് നമ്മൾ പ്രശംസിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലാഹു നമുക്ക് തന്ന ഈ കഴിവ് നമ്മൾ നല്ലതിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് കഴിവുകൾ വർദ്ധിപ്പിച്ചു തരും എന്നാണ് ഇസ്ലാമികമായ പാഠം. ഈ ഇസ്ലാമികമായ പാഠത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ മദീനയിൽ
മുസ്ലിം സമൂഹത്തിന് വെള്ളം കിട്ടാതെ വന്നു. കുടിവെള്ളത്തിന് ക്ഷാമം വന്ന സമയത്ത് ഒരു ജൂതൻ്റെ കയ്യിൽ മനോഹരമായ വെള്ളമുള്ളൊരു കിണറുണ്ട്. ആ കിണർ വളരെയധികം വെള്ളമാണ്, സൗകര്യമുള്ള വെള്ളമാണ്. ബിർ റൂമ എന്നാണ് അതിൻ്റെ പേര്. ആ ബിർ റൂമയിൽ നിന്നും വെള്ളം കുടിക്കണമെങ്കിൽ അതിന് സമ്മതം വേണം. പക്ഷേ അത് വലിയ ബുദ്ധിമുട്ടായപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്മതത്തോടു കൂടി ആ ജൂതനുമായി ചെന്ന് സംസാരിച്ചു. പക്ഷേ ജൂതൻ അത് വിൽക്കാൻ തയ്യാറല്ല. അവസാനം അദ്ദേഹവുമായി ആ ജൂതനുമായി സംവദിച്ച് ഒരു വില നിശ്ചയിച്ച് 12,000 അന്നത്തെ ദിർഹം കൊടുത്തിട്ട് 12,000 കൊടുത്തു. 12,000 ദിർഹമാണ്. 12,000 ദിർഹം അന്ന് ദിർഹമാണ്, ഇപ്പൊ സൗദിയിലെ റിയാലാണ്. 12,000 ദിർഹം കൊടുത്തിട്ട് ആ കിണറിന്റെ പകുതി അവകാശം വാങ്ങി. ആ പകുതി അവകാശം വാങ്ങിയിട്ട് എല്ലാവർക്കും വെള്ളം, ഒരു ദിവസം ജൂതൻ വെള്ളം എടുക്കണം, പിറ്റേ ദിവസം ഈ മുസ്ലിങ്ങൾക്ക് മദീനയിൽ എല്ലാവർക്കും അതിൽ നിന്ന് വെള്ളമെടുക്കാം. അങ്ങനെ കരാറിലെത്തി. പക്ഷേ മുസ്ലിങ്ങൾ അന്ന് സ്വാഭാവികമായും മനുഷ്യനൊരു പ്രത്യേക രീതിയുണ്ടല്ലോ. ഒരു ദിവസം അവർക്ക് അനുവദിച്ച ആ ദിവസത്തിൽ അവർ ചെന്ന് 2 ദിവസത്തേക്കുള്ള വെള്ളം മുക്കും. അതങ്ങനെയാണ്. അവസരം കിട്ടിയാൽ പിന്നെ അങ്ങനെയാണല്ലോ. 2 ദിവസത്തേക്കുള്ള വെള്ളം മുക്കിയിട്ട് പെണ്ണുങ്ങളൊക്കെ അവസരം കിട്ടിയാൽ 2 കുടത്തിൽ വെള്ളം കൊണ്ടുപോകും. ഒരു കുടം അനുവദിച്ചാൽ അത് ഉറപ്പാ. അത് ആ രീതിയിൽ വെള്ളം എടുക്കാതെ ഇത് ജൂതൻ മനസ്സിലാക്കി. ജൂതൻ പറഞ്ഞു ഈ പരിപാടി നടക്കൂല, അവിടെ ഞാൻ കരാറിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അദ്ദേഹത്തോട് ചെന്ന് വീണ്ടും സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് 8,000 ദിർഹം കൂടി കൂട്ടി കൊടുത്തുകൊണ്ട് മുഴുവൻ അവകാശവും ഇങ്ങോട്ട് വാങ്ങി. ജൂതനും വേണമെങ്കിൽ വെള്ളം മുക്കാം, മുസ്ലിങ്ങൾക്ക് അത് ഏത് സമയത്ത് മുക്കാവുന്നൊരവസ്ഥയുണ്ടാക്കി. അതാണ് ബിർ റൂമ എന്ന് പറയുന്ന, ഇന്ന് ബിർ ഉസ്മാൻ എന്നറിയപ്പെടുന്ന, ഇന്ന് നിങ്ങൾ മദീനയിൽ ചെന്നാൽ മസ്റഅത്ത് ഉസ്മാന്റെ കൃഷിയിടം എന്ന് പറയുന്ന പേരിൽ ഒരു മനോഹരമായ ജലധാര ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തിനാണ് അദ്ദേഹം അത് ചെയ്തത്? അദ്ദേഹം നല്ല ധനികനാണ്, അദ്ദേഹത്തിന് വെള്ളമെടുക്കാൻ പല സംവിധാനമുണ്ട്. പക്ഷേ മദീനയിലെ ദരിദ്രരായ ആളുകൾക്ക് കുടിവെള്ളമില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനമാണത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമൂഹത്തിൽ പള്ളി നിർമ്മിക്കുവാനും അതുപോലെ തന്നെ മദ്രസ നിർമ്മിക്കുവാനും ഇത്തരം നല്ല പ്രവർത്തനങ്ങൾക്കുമൊക്കെ ചെയ്യുന്ന പ്രവർത്തനം മസ്ജിദുൻ നബവി വികസിപ്പിക്കേണ്ട ആവശ്യം വന്നു. പരിശുദ്ധ പ്രവാചകൻ ആവശ്യപ്പെട്ടു. ആദ്യമായി ഉസ്മാൻ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടപ്പോൾ 25,000 ദിർഹമാണ് ആദ്യം കൊണ്ടുവന്ന് കൊടുത്തത്. 25,000 ദിർഹം കൊണ്ടുവന്ന് കൊടുത്തു. ചരിത്രത്തിൽ കാണാൻ കഴിയും. അതൊരു മനസ്സാണ്. എന്തിനാ ഞാനതിന് കൊടുക്കുന്നത്? എല്ലാവരുടേതും അല്ലേ എന്ന് ചിന്തിച്ചില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം ഞാൻ പറയുന്നു. ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. 2 കാര്യം, 2 ഹദീസാണ് എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമേ പറയാൻ ഇവിടെ സമയമുള്ളൂ. നിങ്ങൾ നോക്കൂ. 1, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞൊരു ഹദീസ്, അക്സിറു മഅരിഫത്തൽ ഫുഖറായി. ഈ പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഒരു രോഗിയെ ചികിത്സിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് വീടിൻ്റെ താക്കോൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ ബ്ലാത്തൂർ അബൂബക്കർ ഹാജി നിങ്ങൾക്കൊരു ചാവി തന്നു. അത് അബൂബക്കർ ഹാജി തന്നതുപോലെയാണ് സാബിഖ് അലി ശിഹാബ് നിങ്ങൾ തന്നാൽ അത് തരുന്ന അബൂബക്കർ ഹാജിയുടെ കയ്യ് മുകളിലാണ്. വാങ്ങുന്ന പാലിയേറ്റീവ് പ്രവർത്തകരുടെയും അത് ഉപയോഗിക്കുന്നവരുടെയും കയ്യ് താഴെയാണ്. നമ്മുടെ ഒരു പാവപ്പെട്ടൊരു വീട് കൊടുക്കുകയാണ്, ഒരു താക്കോൽ നമ്മൾ ദാനം ചെയ്യുമ്പോൾ താക്കോൽ കൊടുക്കുന്നയാളുടെ കയ്യ് മുകളിലാണ്, അത് വാങ്ങുന്നവൻ്റെ കയ്യ് താഴെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സാധുവിന് ഒരു സാമ്പത്തിക സഹായം കൊടുക്കുകയാണ്, ആ സാമ്പത്തികം കൊടുക്കുന്നവൻ്റെ കൈ മുകളിലും മറ്റേ തൻ്റെ വാങ്ങുന്നവൻ്റെ കൈ താഴെയുമാണ്. ഇങ്ങനെ ലോകം അങ്ങ് അവസാനിച്ചു പോയാൽ നീതിമാനായ പടച്ച തമ്പുരാൻ്റെ നീതിബോധത്തിന് അർത്ഥമില്ല. എന്താ കാരണം? ഒരാളുടെ കൈ മുകളിലും മറ്റയാളുടെ കൈ താഴെയും. ഇത് ബാലൻസ് ചെയ്യാതെ ലോകം അവസാനിക്കാൻ പാടില്ലല്ലോ. പക്ഷെ നമ്മളൊക്കെ മരിച്ചു പോകുന്നു. കൊടുത്തവൻ കൈ മുകളിലുള്ളവൻ, വാങ്ങിയവൻ കൈ താഴെയുള്ളവൻ നാളെ മഹ്ശറ ലോകത്ത് വരും. ഇതിനൊരു പരിഹാരം വേണ്ടേ? ഇസ്ലാം കൃത്യമായി നീതി സമൂഹത്തിൽ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, അഖ്സിറു മഅരിഫത്തൽ ഫുഖറായി. നിങ്ങൾ പാവപ്പെട്ടവരുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കണം. പാവപ്പെട്ടവരെ മൈൻഡ് ചെയ്യാതിരിക്കരുത്, അവരെ അവഗണിക്കരുത്. അവരുമായുള്ള ബന്ധം നിങ്ങൾ വർദ്ധിപ്പിക്കണം. കാരണം ഫഇന്ന ലഹും ദൗല, അവർക്ക് അധികാരമുള്ളൊരു ദിവസമുണ്ട്. അവർക്ക് അധികാരവും അവകാശവും അള്ളാഹു കൊടുക്കുന്ന ദിവസമുണ്ട്. അത് നാളത്തെ വിചാരണ കോടതിയാണ്. നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് വെക്കുന്ന പരിശുദ്ധമായ മഹ്ശറ. അള്ളാഹു പറയുന്നു, ആ സന്ദർഭത്തിൽ ആ പ്രദേശത്ത് ഒരുമിച്ച് കൂടുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ദരിദ്രരും പാവപ്പെട്ടവരുണ്ടാവും. ആരൊക്കെ? ഇതുപോലെ സഹായം കൈനീട്ടി വാങ്ങിയ ആളുകൾ. ആ ആളുകളെ അള്ളാഹു വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയും, നിങ്ങളെ സഹായിച്ച ഒരുപാട് ആളുകളുടെ ഭൂമിയിൽ എൻ്റെ അടിമകളെ സഹായിക്കൽ എൻ്റെ കടമയാണ്. നിങ്ങളെ സഹായിക്കേണ്ടത് ഞാനാണ്. പക്ഷെ ഞാൻ കൊടുത്ത പണം കൊണ്ട് നിങ്ങളെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ടാകും. അവരാരൊക്കെയാണെന്ന് നിങ്ങൾ പറയണം. അള്ളാഹുവിൻ്റെ ഭാഗത്തൊരു വിളിയാളമുണ്ടാകും, ഉൻളുറു മൻ അത്അമകും കിസ്റതൻ. ഒരിത്തിരി ഭക്ഷണം നിങ്ങൾക്ക് തന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ എന്ന് നിങ്ങൾ പരതണം. ഔ സക്കാക്കും ഷർബത്തൻ, ഒരു തുള്ളി വെള്ളം നിങ്ങളെ കുടിപ്പിച്ച ആളുകൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ നിങ്ങൾ പരിശോധിക്കണം. മഹ്ശറ വനസഭയിൽ ഓരോരുത്തർക്കും പരിശോധിക്കാനും മറ്റുമുള്ള കഴിവ് അല്ലാഹു കൊടുക്കും. എത്ര ലക്ഷങ്ങൾ കൂടിയാലും കോടികൾ കൂടിയാലും അവർ പരിശോധിച്ചിട്ട് വീട് വെക്കാൻ സഹായിച്ച, പാലിയേറ്റീവ് പ്രവർത്തനത്തിന് എന്നും വീട്ടിൽ വന്നിട്ട് സഹായം ചെയ്ത, മരുന്ന് കൊടുത്ത, പണമില്ലാത്തപ്പോൾ എനിക്ക് വേണ്ടി രോഗചികിത്സക്ക് സഹായം ചെയ്ത ആ ആളുകളെ മുഴുവൻ അദ്ദേഹം എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കും. അള്ളാഹു അവരെ ഹാജരാക്കും. നിങ്ങൾ പറഞ്ഞാൽ മതി, അള്ളാഹു ഹാജരാക്കും.
ഹാജരാക്കുന്ന വ്യക്തികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥലത്ത് നിർത്തിക്കൊണ്ട് ഇവരോട് പറയും. ആരോടാ പറയുന്നത്? ഈ ദരിദ്രരോട് പറയും, നിങ്ങൾ അവരെ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോ. അവർ ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, എന്ത് തെറ്റവർ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ പണി അവരെടുത്തത് കൊണ്ട് ഞാനാണ് നിങ്ങളെ സഹായിക്കേണ്ടത്. എൻ്റെ സൃഷ്ടികളാണ് നിങ്ങൾ. എൻ്റെ പണി അവരെടുത്തത് കൊണ്ട് ഞാൻ അവർക്ക് എല്ലാം ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫഖുദൂ ബിയദിഹി, അവരെ പോയി കൈ പിടിക്കുക എന്ന് പറയും. അങ്ങനെ പറയുന്ന വാക്ക് ഫഖുദൂ ബിയദിഹിം, അവരെ കൈ നിങ്ങൾ പോയി പിടിക്ക്. അപ്പോൾ ഭൂമിയിൽ നിന്ന് കൈ ഇങ്ങനെ താക്കോല് വാങ്ങിയ ആൾ അവിടെ പോയിട്ട് കൈ ഇങ്ങനെ പിടിക്കും. അബൂബക്കറിന്റെ കൈ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ പിടിക്കും. അപ്പോൾ അബൂബക്കറിന്റെ കൈ താഴെ ഇരിക്കും, നിങ്ങളെ കൈ മേലെ ഇരിക്കും. അള്ളാഹു നീതി നടപ്പാക്കി ആ അബൂബക്കറിന്റെ കൈ പിടിച്ചിട്ട് സുമ്മംലൂ ബിഹിം ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളണം. നിങ്ങൾക്ക് അതിന് അധികാരം തരും. അതാണ് ദൗലത്ത്. ഇത് ഹദീസാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ ഇവിടെ വെച്ച് കൊടുക്കുന്ന ആ അഭിനന്ദന പത്രമുണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു സംഗതിയാണ് നാളെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. സഹായിച്ച ആളുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അതുറപ്പാണ്. ആ സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ മത്സരിക്കുന്നത്. എന്നാണ് അതിനുവേണ്ടി മത്സരിച്ചോ, വേറെ മത്സരം കൊണ്ടൊന്നും കാര്യമില്ല, കിടമത്സരങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവർത്തനം നിങ്ങൾ ചെയ്തോ എന്നാണ് പറയുന്നത്. ഇത് എല്ലാ മതങ്ങളും എല്ലാ ധർമ്മങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ പാലിയേറ്റീവ് പ്രവർത്തനം എന്ന് പറയുന്നത് പ്രധാനമാണ്. കൂട്ടത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന, ഇതിൻ്റെ പ്രയോജനം അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കണ്ട. നമ്മുടെ കൂട്ടത്തിൽ നോക്കൂ, നിങ്ങളൊരു ക്യാൻസർ രോഗി, അയാൾ നീറി മരിച്ചു വേദനിച്ചിട്ട്. ഒരു കിഡ്നി രോഗി, നമ്മളെപ്പോലെ ഓടാനോ നമ്മളെപ്പോലെ പ്രവർത്തിക്കാനോ ആ സാധുവിന് കഴിയുന്നില്ല. ആ പാവം അങ്ങനെ കട്ടപ്പെട്ട് ഒരാഴ്ചയിൽ അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം പിന്നെ 1 ദിവസം ഇങ്ങനെ ഡയാലിസിസ് ചെയ്ത് അയാളെ ജീവൻ അങ്ങ് പോയി. അയാൾ ജീവിച്ചിട്ടില്ലല്ലോ. ഒരു ക്യാൻസർ രോഗി ജീവിച്ചിട്ടില്ലല്ലോ. എത്ര ചെറിയ കുട്ടികളൊക്കെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത്തരം രോഗം വരുന്ന ചില ആളുകൾ നല്ല സുന്ദരമായി പൊതുപ്രവർത്തനത്തിന് ഓടി നടക്കുന്ന ആളുകൾ, എനിക്ക് പരിചയമുള്ള ആളുകളുണ്ട്. പെട്ടെന്നൊരു ദിവസം സ്ട്രോക്ക് വന്നു, 2 ആൾ താങ്ങാതെ എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ. നാളെ നമുക്കും വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരു ഗതി വന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിക സമൂഹം മനസ്സിലാക്കണം, അങ്ങനെ ഒരാൾ ജീവിതമില്ലാതെ മരിച്ചു പോയി, നമ്മളും പരലോകത്ത് ചെല്ലുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരു ക്യാൻസർ രോഗി വേദനിച്ച് തീ തിന്ന് മരിച്ചുപോയി. നമ്മുടെ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാൾക്ക് വീട് വെക്കാൻ പൈസ ഇല്ല, അയാൾ വളരെ ദരിദ്രനാണ്, അയാൾ മക്കളെ കെട്ടിക്കാൻ പണമില്ല. അങ്ങനത്തെ ഒരു സാധു മനുഷ്യൻ കട്ടപ്പെട്ട് മരിച്ചുപോയി. നമ്മൾ നല്ല സുഖിച്ച് ജീവിച്ച അടിപൊളിയായി സന്തോഷത്തിൽ കാറിലൊക്കെ നടന്ന് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ച് ബിസിനസ്സും പ്രവർത്തനമൊക്കെ നടത്തി നമ്മൾ മരിച്ചു പോകുന്നു. 2 കൂട്ടരും ചെല്ലുന്ന ഒരു മഴ്സറയിലേക്കാണ്. എന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ ജീവിതത്തിൽ ഭൂമുഖത്ത് വെച്ച് നരകിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത്തരം ബുദ്ധിമുട്ടുന്ന ആൾ, ഒരു മെന്റൽ ഡിപ്രഷനും നിങ്ങൾക്ക് വേണ്ട, ഒരു വിഷമം നിങ്ങൾക്ക് വേണ്ട. ഇതൊരു താൽക്കാലിക ഇടം മാത്രമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറയുന്നു, തുൻസബുൽ മവാസീൻ. നമ്മളെല്ലാവരും പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്കൊക്കെ കൃത്യമായി ഒരു തുലാസ് ഉണ്ട്. നമ്മൾ സാങ്കല്പിക തുലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടയിലെ ഇലക്ട്രോണിക് തുലാസോ കട്ടി വെക്കുന്ന തുലാസോ ഒന്നുമല്ല. അവിടെ നന്മ തിന്മകൾ തൂക്കുന്ന ഒരു പ്രത്യേക സംവിധാനം. തുൻസബുൽ മവാസീൻ യൗമൽ ഖിയാമത്തി. ശരിക്കും ഹദീസ് മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോഴേ പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ ഗൗരവം മനസ്സിലാവുള്ളൂ നമുക്ക്. തുൻസബുൽ മവാസീൻ യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് കൃത്യമായി നമ്മുടെ ഈ തുലാസ് കൊണ്ട് നന്മ തിന്മകൾ തൂക്കും. ഫയൂതാബി അഹ്ലി സ്വലാ. നമസ്കരിച്ച ആളുകളെ കൊണ്ടുവരും. നിസ്കരിച്ചവർക്ക് പ്രതിഫലം കൊടുക്കണം. നിസ്കരിച്ച ആളുകളെ കൊണ്ടുവരും. എന്നിട്ടോ ഫയൂഫൂന ഉജൂറഹും. അവർക്ക് അവരുടെ പ്രതിഫലം അല്ലാഹു കൊടുക്കും. ബിൽ മവാസീനി. തൂക്കി കണക്കാക്കിയിട്ട്. എത്ര തൂക്കി കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വസ്തുക്കൾ തൂക്കുന്ന പോലെയല്ല, അതൊരു പ്രയോഗമാണ്. എത്ര നമസ്കാരമുണ്ട്, എത്ര സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് അയാൾക്ക് കൃത്യമായി പ്രതിഫലം കൊടുക്കും. അങ്ങനെയാണ്. വയൂതാബി അഹ്ലി സിയാം. നോമ്പ് നോറ്റ ആളുകളെ അല്ലാഹു കൊണ്ടുവരും. അവരെ കൊണ്ടുവന്നിട്ട് അവരുടെ നോമ്പിന്റെ ഖദർ അല്ലാഹു നോക്കും. ഫയൂഫൂന ഉജൂറഹും ബിൽ മവാസീൻ. തൂക്കി കണക്കാക്കിയിട്ട്. അതുപോലെ ഹജ്ജ് ചെയ്തവനെ കൊണ്ടുവരും, എല്ലാ നന്മ ചെയ്തവനെയും കൊണ്ടുവരും. അവർക്കൊക്കെ തൂക്കി കണക്കാക്കി ചെയ്ത പ്രവർത്തനത്തിന്റെ തത്തുല്യ പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അതേ കൂട്ടത്തിൽ ആരൊക്കെ യുതാബി അഹ്ലിൽ ബലാ. ഭൂമിയിൽ വെച്ച് പ്രതിസന്ധികൾ സഹിച്ച ക്യാൻസർ രോഗി, കിഡ്നി രോഗി, അതുപോലെ തന്നെ സ്ട്രോക്ക് രോഗി, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിയ അല്ലെങ്കിൽ പണമില്ലാതെ കട്ടപ്പെട്ട ആരാന്റെ സഹായത്തിന് എപ്പോഴും കൈനീട്ടേണ്ട പാവം, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അവരെ അള്ളാഹു കൊണ്ടുവരും. അവരെ കൊണ്ടുവരുമ്പോഴെന്താ പ്രത്യേകത? ഫലാ യുൻസബു ലഹും മീസാൻ. അവരെ തൂക്കൂല. അവരെ നന്മ തിന്മകൾ തൂക്കൂല. അവർക്ക് തൂക്കേണ്ട ആവശ്യമില്ല. കാരണം ഭൂമിയിൽ നിന്ന് കട്ടപ്പാടൊക്കെ സഹിച്ചു പാവങ്ങൾ ഇനി എന്തിനാ തൂക്കുന്നത്? അള്ളാഹു എന്താ ചെയ്യുക? വലാ യുൻശറു ലഹും ദീവാൻ. അവരെ രേഖാപുസ്തകം അള്ളാഹു മറിച്ചു വെക്കൂല. അള്ളാഹുവാണ് പറയുന്നത്, പ്രവാചകർ പഠിപ്പിക്കുക. അവരുടെ രേഖ മറച്ചു വെക്കൂല. കാരണം ആവശ്യമില്ല, തൂക്കേണ്ട കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യും? വയുസബ്ബു അലൈഹിമുൽ അജ്റു സബ്ബൻ ബിഗൈരി ഹിസാബ്.
സബ്ബൻ ബിഗൈരി ഹിസാബ്. ഒരു കണക്കില്ലാതെ അവർക്ക് പ്രതിഫലം അല്ലാഹു വാരിക്കോരി കൊടുക്കും. ഓഫറാ, വാരിക്കോരി കൊടുക്കും. കാരണം എന്താ? ഭൂമി നല്ലോണം കഷ്ടപ്പെട്ടു, ഇനി അവരെ കഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല, ഇഷ്ടംപോലെ വാരിക്കോരി കൊടുക്കും. അപ്പം ഞാനും നിങ്ങളുമൊക്കെ ബുദ്ധിമുട്ടാതെ ജീവിച്ച ആളുകളാണെങ്കിൽ നമുക്ക് ഭൂമിയിൽ കാര്യമായ കട്ടപ്പാടൊന്നുമില്ലെങ്കിൽ നമ്മൾ പറയും അത്രേ, അള്ളാഹുവേ ഒരു ചെറിയ ബുദ്ധിമുട്ടെങ്കിലും എനിക്ക് തന്നൂടായിരുന്നോ? ലൗ കുരിദത്ത് ബിൽ മക്കാരിൽ. ഒരു കത്തി കൊണ്ടോ കത്തിരി കൊണ്ടോ കൈയൊന്ന് മുറിച്ചിട്ട് ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇതുപോലെ പ്രതിഫലം കൈനീട്ടി വാങ്ങാലോ. അപ്പം ഞാൻ ചെയ്തതിനല്ലേ കിട്ടുന്നുള്ളൂ, അവർക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ എന്ന ഒരു പ്രത്യേകമായ വാക്ക് നമ്മൾ പറയുമെന്ന് ആ ഹദീസിൻ്റെ അവസാനത്തിൽ പ്രത്യേകമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ബുദ്ധിമുട്ടുന്നവന് പ്രതിഫലം പടച്ചറബ് വെച്ചിട്ടുണ്ട്, നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും. പക്ഷേ നമുക്കിതിലുള്ള നേട്ടം എന്താണ്? നമുക്കിതിലുള്ള നേട്ടം, നമ്മളൊരു സഹജീവിയെ ആ രീതിയിൽ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മുടെ വിഷമങ്ങളൊക്കെ പടച്ചറബ് തടയും. ഉറപ്പിച്ച് നോക്കിക്കോ, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഈ കർമ്മരംഗത്തെങ്കിൽ അത്തരം രോഗങ്ങൾ പടച്ചറബ് നമുക്ക് തടയും, നമ്മുടെ കുട്ടികൾക്ക് തടയും, നമ്മുടെ കുടുംബത്തിന് തടയും. നമ്മുടെ ബുദ്ധിമുട്ട് വഴിയിൽ തടയാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണിത്. അതാണ് എന്ന ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനെ ഭൂമുഖത്ത് കാത്തു രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പടച്ചറബ് പ്രത്യേകം ഏറ്റെടുക്കും. അയാളെ കാത്തു രക്ഷിക്കാൻ പടച്ചറബ് പ്രത്യേക സംവിധാനം ഉണ്ടാക്കും. അത് ജാതി മതഭേദമന്യേ നിങ്ങൾ ആർക്കെന്ത് ചെയ്താലും ശരി, അവിടെ വർഗീയ പരിഗണനയോ ജാതീയ പരിഗണനയോ ഒന്നും വെക്കണ്ട. മനുഷ്യരൊക്കെ ഒന്നാണല്ലോ, അങ്ങനല്ലേ? ഏകം സദ്വിപ്രാ ബഹുധാവദന്തി എന്നല്ലേ? ദൈവം ഏകനാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷേ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതല്ലേ ഉള്ളൂ. അതല്ലേ നമ്മുടെ അവസ്ഥ? ആരോടും വിദ്വേഷമില്ലാതെ വൈയക്തികമായി നമ്മുടെ ജീവിതം സംശുദ്ധീകരിച്ചുകൊണ്ട് സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനം നമ്മൾ ചെയ്താൽ, അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. ആ ആയത്ത് പഠിക്കണം. അല്ലാഹു പറയുന്നത് വബ്തഗി, നീ മോഹിക്കണം, നീ കാംക്ഷിക്കണം, നീ ആഗ്രഹിക്കണം. ഫീമാ ആതാകല്ലാഹ്, അല്ലാഹു നിനക്ക് തന്നതിൽ, അല്ലാഹു നിനക്ക് എന്താണോ തന്നത്, ആരോഗ്യമാണോ ആയിക്കോട്ടെ, അറിവാണോ ആയിക്കോട്ടെ, പണമാണോ ആയിക്കോട്ടെ, എന്താണോ നിനക്ക് തന്നത്, അതുകൊണ്ട് നീ പരലോകത്തെ ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, മരിച്ചിട്ട് കൂലി കിട്ടുന്ന പണി നീ അതുകൊണ്ട് ചെയ്യണം. പണം കൊണ്ടാണെങ്കിലും ആരോഗ്യം കൊണ്ടാണെങ്കിലും എന്ത് കഴിവ് കൊണ്ടാണെങ്കിലും ശരി. എന്നിട്ട് പറയുന്നു, വലാ തൻസ നസീബക മിനദ് ദുനിയ, ഈ ലോകത്ത് നിന്ന് നീ പോകുമ്പോൾ കൊണ്ടുപോകുന്നത് എന്താണെന്ന് മറക്കരുത്. ഇവിടുന്ന് നീ പോകുമ്പോൾ എന്ത് കൊണ്ടുപോകും? എത്ര വലിയ സമ്പന്നനായ ആളാണെങ്കിലും അന്തിമമായി അയാൾ കൊണ്ടുപോകുന്നത് 3 കഷ്ണം തുണിയും അല്പം പരുത്തിയും മാത്രമാണ്. അല്പം പഞ്ഞി, പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് 3 കഷ്ണം തുണി. അതിലപ്പുറം കൊണ്ടുപോയ ഏതെങ്കിലും ഒരു സമ്പന്നനെ പറയൂ നിങ്ങൾ, ഏതെങ്കിലും ഒരു സമ്പന്നനെ പറയും നിങ്ങൾ, കം തറക്കൂ മിൻ ജന്നാത്തിൻ വഉയൂൻ, എത്ര തോട്ടങ്ങൾ, എത്ര അരുവികൾ, എത്ര ബിൽഡിങ്ങുകൾ, എത്ര എസ്റ്റേറ്റുകൾ നിങ്ങൾ ഇട്ടേച്ച് പോയി. എന്തൊക്കെ നിങ്ങൾ പോയി? നിഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ എന്നല്ലേ? നിങ്ങൾ അനുഗ്രഹിച്ചിരുന്ന, നിങ്ങൾ അഭിരമിച്ചിരുന്ന ഒരുപാട് സൗകര്യങ്ങൾ ഇട്ടേച്ച് പോയില്ലേ നിങ്ങൾ? കം തറക്കൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസ്റൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. തോട്ടങ്ങൾ, അരുവികൾ, ബിൽഡിങ്ങുകൾ, നിങ്ങൾ അനുഭവിച്ചിരുന്ന, അഭിരമിച്ചിരുന്ന ഒരുപാട് സൗകര്യങ്ങൾ ഇട്ടേച്ച് പോയി ഒക്കെ പോയില്ലേ? എത്ര സമ്പന്നർ പോയി, എത്ര വലിയവർ പോയി. എന്നിട്ടോ ഫമാ ബക്കത അലൈഹിം സമാഉ വൽ അർദ്, അവർ മരിച്ചപ്പോൾ ആകാശവും ഭൂമിയോ കരഞ്ഞിട്ടില്ല. പിന്നെ ആരാ കരഞ്ഞത്? കരഞ്ഞത് അവരുടെ സഹായം ഏറ്റുവാങ്ങിയ ആളുകൾക്ക് ദുഃഖം ഉണ്ടാവും. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ ഈ സഹായം ഏറ്റുവാങ്ങുന്ന നിങ്ങളെ ഒരു വാൻ നിങ്ങൾക്ക് തന്നു, നിങ്ങൾക്ക് പല സഹായങ്ങളും തന്നു, പല സ്ഥലത്തും പള്ളി നിർമ്മിച്ചു, ഒരുപാട് ഉപകാരം ചെയ്തു. ഞാനത് ഇരുത്തി പുകഴ്ത്തുന്നില്ല. അങ്ങനെ വല്ലാതെ പുകഴ്ത്തുന്നത് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാവില്ല ആരും. നിങ്ങൾ നോക്കണം, ഒരു മനുഷ്യൻ്റെ ഭൂമിയിലെ യാത്രയപ്പൻ്റെ അവസാന ഘട്ടം മയ്യത്ത് നിസ്കാരമാണ്. എന്താ മയ്യത്ത് നമസ്കാരത്തിൽ പറയുന്നത്? തക്ബീർ കെട്ടിയിട്ട് പറയും, അല്ലാഹു മഗ്ഫിർ ലഹു, പടച്ചവനെ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹു ജീവിപ്പിച്ചു, അള്ളാഹു ജന്മം നൽകി, അള്ളാഹു ഭക്ഷണം കൊടുത്തു, അള്ളാഹു റൂഹ് പിടിച്ചു മരിച്ചു. ജനിപ്പിച്ചത് അല്ലാഹു, ഭക്ഷണം കൊടുത്തത് അല്ലാഹു, ജീവിപ്പിച്ചത് അല്ലാഹു, മരിപ്പിച്ചത് അല്ലാഹു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് മരിക്കുന്ന സമയത്ത് നിങ്ങൾ കയറിയിട്ട് തക്ബീർ കെട്ടിയിട്ട് സ്വർഗം കൊടുക്കണം എന്ന് പറയാൻ നിങ്ങൾ ആരാ? നിങ്ങൾ സ്വർഗം കൊടുക്കണം കൊടുക്കാനാ പഠിച്ചോൻ? ജനിച്ചപ്പോൾ നിങ്ങൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നോ? അയാൾ ജീവിച്ചപ്പോൾ നിങ്ങൾ അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ലല്ലോ. പിന്നെ മരിച്ചു കിടക്കുന്ന മയ്യത്തിൻ്റെ പുറകിൽ നിന്നിട്ട് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ നിങ്ങൾ ആരാ? എന്താണ് അതിൻ്റെ അർത്ഥം? അതിന് അർത്ഥമുണ്ട്. അതെന്താ? ഈ വ്യക്തി സമൂഹത്തിന് ചെയ്ത ഉപകാരം എന്താണെന്ന് നിങ്ങളെ കൊണ്ട് പടച്ചറബ് മനസ്സറിഞ്ഞ് പറയിക്കുകയാണ്. അള്ളാഹു പറയുക, നല്ല നിലക്ക് നമുക്ക് ഉപകാരം ചെയ്തൊരു മനുഷ്യനാണെങ്കിൽ തക്ബീർ കെട്ടി നമ്മൾ പടച്ചവനെ പുറത്തു കൊടുക്കണമെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയും. അങ്ങനെ ഒരു 10 പേര് പറഞ്ഞാൽ അത് അള്ളാഹു സ്വീകരിക്കും. അതിന് ഹദീസുണ്ട്. മദീനത്തെ പള്ളിയിലെ ഹദീസ് ഒരു മയ്യത്ത് കൊണ്ടുവരുമ്പോൾ അയാളെക്കുറിച്ച് പ്രശംസാ വചനം ഉച്ചരിച്ചപ്പോൾ നബി തങ്ങൾ എന്താ പറഞ്ഞത്? വജബത്ത് 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 എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അന്തും ശുഹദാഉല്ലാഹി ഫിൽ അർള്. ഒരു നല്ല മനുഷ്യനെ കുറിച്ച് നിങ്ങൾ മയ്യത്തിൻ്റെ പുറത്ത് നിന്നിട്ട് അങ്ങനെ തക്ബീർ കെട്ടിയിട്ട് ഇയാൾ നല്ല പ്രവർത്തനം ചെയ്തവനാണ് എന്ന ആത്മാർത്ഥതയോടെ തക്ബീർ കെട്ടി പറഞ്ഞാൽ അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കും. ചില്ലറ വീഴ്ചകൾ ആ മനുഷ്യൻ്റെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിലും പടച്ചറബ് അത് പൊറുക്കുന്ന ഹദീസുണ്ടല്ലോ. എത്ര കൃത്യമാണ്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലൊരു കള്ളുകുടിയൻ
ഒരു ഉപകാരം ചെയ്യാത്തവൻ, ഒരു പിശുക്കൻ, അയാൾ മരിച്ചു, നിങ്ങളും പോകും മയ്യത്ത് നിസ്കരിക്കാൻ. എന്തിനാ? പ്രത്യേകിച്ച് നിങ്ങൾ രാഷ്ട്രീയപാർട്ടിയുടെ പുറത്തുകാരൊക്കെ ആകുമ്പോൾ ചെന്നില്ലെങ്കിൽ മോശമല്ലേ? തക്ബീർ കെട്ടും, അള്ളാഹു അക്ബർ, അല്ല പുറത്ത് കൊടുക്കണേ കൊടുത്തോട്ടെ, അള്ളാഹു മഗ്ഫിർ ലഹു. ഒരു ആത്മാർത്ഥയിലുണ്ടാവില്ല. വെറുതെ പറഞ്ഞു പോകുന്നതിന് എന്താ കാര്യം? ഒരു കാര്യമല്ല. ആളെ കാണിക്കാൻ വേണ്ടിയുള്ള തക്ബീർ അല്ല വേണ്ടത്, മനസ്സറിഞ്ഞുള്ള തക്ബീർ. ഇത് അള്ളാഹു എന്തിനാ ഈ ഏർപ്പാട് വെച്ചത്? ഒരു വ്യക്തിയുടെ നല്ല പ്രവർത്തനത്തെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നൊരു പരീക്ഷണമാണ് മയ്യത്ത് നിസ്കാരം. അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ ഏർപ്പാട് വേണ്ട, അള്ളാഹ്ക്ക് പുറത്തു കൊടുത്താൽ മതി. ആ ഒരു പ്രത്യേകമായ രീതി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാ. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യൻ്റെ പ്രവർത്തനത്തെ ശരിക്കും സമൂഹത്തെ കൊണ്ട് വിലയിരുത്തിയിട്ടാണ് അയാളെ പരലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. നല്ല നിലക്ക് നമ്മൾ ആത്മാർത്ഥമായി ആ മനുഷ്യനെക്കുറിച്ച് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പറയും. അത് ഒരു നല്ല പൊതുപ്രവർത്തകൻ്റെ ബാപ്പ മരിച്ചു എന്ന് വിചാരിക്കുക, അപ്പോഴും നമ്മളത് പറയും. അതാണ് ഇവിടെ അബൂബക്കർ ഹാജി നേടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സമൂഹത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ, ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ചെയ്തു തന്ന നന്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. അതുകൊണ്ട് ഒരഭിനന്ദന പത്രത്തിൽ ഒതുക്കുന്നതിന് പകരം ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാണ് പ്രധാനം. ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ആയുധമാണ്. ഒരു വിശ്വാസിയുടെ ആയുധം പ്രാർത്ഥനയാണ്, വാളല്ല, ശക്തിയല്ല. ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനം അതാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ സംഘശക്തിയോടുകൂടി നിൽക്കുമ്പോഴാണ്, നമ്മൾ ഒരുമയോടുകൂടി നിൽക്കുമ്പോഴാണ്. നിങ്ങൾ നോക്കണം, പലസ്തീൻ്റെ മണ്ണിൽ മക്കൾ ആശുപത്രിക്ക് വരെ ബോംബിട്ട് ജീവൻ കൊണ്ട് പന്താടുമ്പോൾ നമ്മളിവിടെ വീട്ടിൽ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി വാഹനം എടുത്ത് കൊണ്ടുപോയി ചികിത്സ നടത്തുകയാണ്. നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ സൗകര്യം നോക്കണം. വിദേശത്ത് ജോലി ചെയ്ത് സ്വന്തം അധ്വാനത്താൽ സമ്പാദിച്ച പണം ഇത്തരം നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു നല്ല മനുഷ്യനെ, നല്ല മനസ്സുള്ള മനുഷ്യനെ, അയാളുടെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ വേണ്ടത്. അതാണ് അഭിനന്ദനത്തിൽ വെച്ച് ഏറ്റവും വലിയ അഭിനന്ദനം. എൻ്റെ സുഹൃത്ത് അബൂട്ടി മാഷയുടെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രം, അദ്ദേഹത്തിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി നിങ്ങളുടെ മുമ്പിൽ വെച്ചു. നമുക്കും അങ്ങനെ ആകാൻ കഴിയും. ഞാൻ പറയട്ടെ, നമ്മുടെ സമൂഹത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ടാവും, പക്ഷെ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ആ ഒരു ബോധം മനസ്സിലുണ്ടായിട്ടില്ല. മനുഷ്യ മനസ്സിൽ നിന്നുയരുന്ന പ്രാർത്ഥനാ വചനങ്ങളും തന്നെക്കുറിച്ചുള്ള ഉപകാര സ്മരണകളുമാണ് ഒരു മനുഷ്യനെ ഭൂമുഖത്ത് കൂടുതൽ ജീവിതത്തിലേക്ക് നയിക്കുന്നത്. നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല പ്രശ്നം, നമ്മൾ എന്ത് ചെയ്തു എന്നതാണ് പ്രശ്നം. വഴിയടയാളങ്ങൾ ഇട്ടുകൊണ്ട് പോകുന്ന മനുഷ്യരെ ആ വഴിയിലൂടെ വരുന്നവരൊക്കെ ഓർക്കും, ചരിത്രം അവരെ പ്രത്യേകമായി എഴുതും, സമൂഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ലഭിക്കുന്ന വലിയൊരു പ്രവർത്തനമാണ് എൻ്റെ പ്രിയപ്പെട്ട അബൂബക്കർ ഹാജി സാഹിബ് നിർവഹിച്ചിട്ടുള്ളത്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അതോടൊപ്പം ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്ന കുറേ സഹോദരിമാർ, ഇതിൻ്റെ വോളണ്ടിയർമാർ, ഇതിൻ്റെ സംഘാടകരായി വേദിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സംഘടിപ്പിക്കാൻ ആളുണ്ടെങ്കിൽ എന്തും നടക്കും. അവർക്കൊക്കെ ബിസിനസ്സും പ്രവർത്തനം ഉണ്ടാവും, എന്നാൽ ഇതിനു വേണ്ടി അവർ സമയം ചെലവഴിക്കുകയാണ്. ഞാൻ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ. വേദിയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മുത്തു, അദ്ദേഹം ഇതുപോലത്തെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ധർമ്മം നമ്മൾ ജീവിതത്തിൽ നിർവഹിച്ച എല്ലാം വാരിക്കോരി കൊടുക്കണമെന്നും പറയുന്നില്ല, എല്ലാം കൊടുത്തുകൊണ്ട് തൊലയണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്യാനുള്ളൊരു വിശാല മനസ്സ് കാത്തു സൂക്ഷിക്കുക. എനിക്ക് നിങ്ങളോട് ഈ നല്ല സദസ്സിൽ ഒരുപാട് പ്രസംഗിക്കണമെന്നുണ്ട്, പക്ഷെ മഗ്‌രിബിൻ്റെ സമയത്ത് അദ്ദേഹം തന്നെ നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു മഹത്തായ ഒരു നിസ്കാര കുപ്പായ വിതരണം അടക്കമുള്ള വലിയൊരു ക്യാമ്പ് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ക്യാമ്പിൽ ഒരു പ്രഭാഷണം നടത്താൻ മഗ്‌രിബിന് തന്നെ മട്ടന്നൂരിൽ എത്തിച്ചേരേണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനം കുറിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ചു, ഒരു ഓഫീസ് കെട്ടണം, വാടകയ്ക്കാണത്രേ, വാടകയ്ക്കാണല്ലേ? അത് പോരാ, ഇതിനൊക്കെ ശരിക്കൊരു സ്ഥിരമായ ഓഫീസ് നിർമ്മിക്കാം. നിങ്ങളൊക്കെ വിചാരിച്ചാൽ നടക്കും. നമ്മുടെ കയ്യിലൊക്കെ അത്യാവശ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതിനു വേണ്ടി ചെലവഴിച്ചാൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങളാരും കരുതണ്ട. കാരണം ഇതൊക്കെ നമുക്കും വരാനുള്ളതും നാളെ ഒരു പക്ഷേ ഇന്ന് രാത്രി നമുക്ക് സ്ട്രോക്കോ അല്ലെങ്കിൽ ഒരു കാർഡിയാക് അറസ്റ്റോ വന്നാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? ഒരു കാർഡിയാക് അറസ്റ്റ് വന്നാൽ ഒരു ആൻജിയോ പ്ലാസ്റ്ററി നടത്തിയിട്ട് അല്ലെങ്കിൽ ആൻജിയോഗ്രാം നടത്തിയിട്ട് ആൻജിയോ പ്ലാസ്റ്ററി നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ബൈപ്പാസ് ഓപ്പൺ ഹാർട്ട് നടത്തണമെങ്കിൽ 2 ലക്ഷം 1.5 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പം നമ്മൾ പണം ഉണ്ടാക്കും, എത്ര പണമില്ലാത്തവരുണ്ടാക്കും. അത് തടയാൻ, ബലാഗ് മുസീബത്ത് വരുന്നത് തടയാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം ഇത്തരം നല്ല പ്രവർത്തനങ്ങളുടെ കൂടെ നിൽക്കുക. നമുക്കുമൊക്കെ വരാനുള്ളത് വഴിയിൽ തടയാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളും അധ്വാനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇതിന് നല്ല ഒരു ഓഫീസ് സ്വന്തമായി ഉണ്ടാക്കണം, വാടക കൊടുത്തുകൊണ്ടൊരു ഓഫീസ് അവസാനിപ്പിക്കണം എന്ന് മാത്രം നിങ്ങളോട് അവസാനമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ പ്രതിഫലം തീർച്ചയായും ജീവിതത്തിൽ നമുക്ക് ലഭിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിന് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ ഖൈറും ബറക്കത്തും ദീർഘായുസ്സും ആഫിയത്തും നൽകണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് അബൂബക്കർ ഹാജിക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, അദ്ദേഹത്തിൻ്റെ മാതാവിന് അല്ലാഹു മഗ്‌ഫിറത്ത് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.